ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു പൂരപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പം തന്നെ ഇത് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിനായിട്ട് 1/4 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ അതിനെ ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടതാണ് 1/4 കപ്പ് തേങ്ങ. അതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതാണ് 1/4 ടീസ്പൂണോളം എള്ള്. നമുക്കതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമ്മളിതിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ആ വെള്ളം പൂർണ്ണമായും അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് പുട്ടിൻ്റെയൊക്കെ ഒരു നനവില്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടി നനവാണ് നമുക്ക് പൂരപ്പൊടിക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ആദ്യം തേങ്ങേനെയൊക്കെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അല്പം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഓരോ അരിപ്പൊടിയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഇതനുസരിച്ചിട്ട് പുട്ടിനെക്കാട്ടിയും അല്പം കൂടി നനവിന് നോക്കിയിട്ട് നമുക്കതിലേക്ക് വെള്ളം ചേർത്താൽ മതി. നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈയും കൊണ്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തട്ടിപ്പൊത്തി വെക്കണം. നല്ല രീതിയിൽ തന്നെ ആ ബൗളിൽ തന്നെ നമുക്കിതിനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നനച്ചിട്ട് അമർത്തി വെച്ചിരുന്ന പൂരപ്പൊടിയുടെ മിക്സ് ആയിരുന്നു. ഇനി നമുക്കിതിനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് വറക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പൂരപ്പൊടിയുടെ മിക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായും ചേർത്തിട്ട് നമുക്കത് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും മീഡിയത്തിൽ വെച്ച ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 20 സെക്കൻഡ് കൂടുമ്പോൾ നിങ്ങളതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് അരിപ്പൊടി ആയതിൻ്റെ പേരിൽ വേഗം അടിപിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് ഒരു ഗോൾഡൻ കളർ കാണുന്നുണ്ടാവും, ചെറിയൊരു കളർ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂരപ്പൊടി നമ്മളത് ഇതാക്കി തുടങ്ങുമ്പോൾ തന്നെ വേഗം തന്നെ അത് നമുക്ക് കളറ് മാറി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ നനവൊക്കെ മാറി പൂരപ്പൊടിയുടെ ആ ഒരു ഡ്രൈയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ നമുക്കിതിലേക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഗോൾഡൻ ബ്രൗൺ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആ കട്ടകളൊക്കെ ഒന്ന് നമുക്ക് പയ്യെ ഒന്ന് ഉടച്ച് കൊടുക്കാൻ പറ്റിയാൽ അത് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങളതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാ നമ്മുടെ പൂരപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും കളർ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഡ്രൈനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്കത് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര നമ്മൾ ചേർക്കലുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒന്നായിട്ട് ആറിയ ശേഷം നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് എടുത്താൽ മതി.
അപ്പം അന്ന് വൈകിട്ട് നമുക്ക് ചായക്ക് പൂരപ്പൊടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇത് പഴമൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.